Dear students, welcome to Learner's World. In this video, I'm going to talk about A Flowering Tree by A.K. Ramanujan, FIUGP, VSc Semester 4, Humanities and other BA programs under Calicut University. Summary of a Flowering Tree, Poomaram. A Flowering Tree is a famous folk tale retold by A.K. Ramanujan, which comes from the oral traditions of Karnataka. ഫ്ലവറിൻ ട്രീ എന്ന് പറയുന്നത് പൂമരം എന്ന് പറയുന്നത് ഒരു നാടോടിക്കഥയാണ്. കർണാടക ബേസ് ചെയ്തിട്ടുള്ളൊരു നാടോടിക്കഥയാണ്. എ.കെ. രാമാനുജനാണ് പിന്നീട് ഇത് പുനർവ്യാഖ്യാനം നടത്തിയിട്ടുള്ളത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ആൻഡ് സിംബോളിക് സ്റ്റോറി ദാറ്റ് എക്സ്പ്ലോർസ് തീംസ് ഓഫ് ലവ്, ട്രാൻസ്ഫോർമേഷൻ, ജലസി, വുമൻഹുഡ് ആൻഡ് നേച്ചർ. വളരെ മനോഹരമായിട്ടുള്ളൊരു കഥയാണിത്. ഇതിൽ ലവ്, ട്രാൻസ്ഫോർമേഷൻ, ജലസി, വുമൻഹുഡ്, നേച്ചർ ഇതൊക്കെയാണ് തീമായിട്ട് വന്നിരിക്കുന്നത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് എ പുവർ വുമൺ ആൻഡ് ഹെർ 2 ഡോട്ടേഴ്സ്. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നത് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയും അവരുടെ 2 പെൺകുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. To earn money, the younger daughter discovers that she has a magical power. She can transform herself into a flowering tree by pouring water over her body. അപ്പോൾ അവരുടെ ഉപജീവനം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് അവരുടെ ഇളയ മകൾ അവൾക്കൊരു മാജിക്കൽ പവർ ഉണ്ട്. അവളുടെ മേലിൽ ആരെങ്കിലും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവളുടെ ബോഡിയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവളൊരു ഫ്ലവറിങ് ട്രീ ആയിട്ട് മാറും, ഒരു പൂമരമായിട്ട് മാറും. അത് ഒരു വലിയൊരു മാജിക്കൽ പവറായിരുന്നു. എന്നിട്ട് ആ പൂമരത്തിലുള്ള ഫ്ലവേഴ്സ് വിറ്റിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. Her elder sister helps her by collecting the flowers which they sell to earn money for their family. അപ്പം മൂത്ത മകൾ എന്ത് ചെയ്യും, ആ പൂക്കൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. തിരിച്ച് വെള്ളം ഒഴിച്ചാലേ അവൾ പഴയ രൂപത്തിലേക്ക് മാറുള്ളൂ. അങ്ങനെയാണ് അവരുടെ ഫാമിലി മുന്നോട്ട് പോയിരുന്നത്. The flowers are fresh, beautiful and bring good luck to those who buy them. പൂക്കളൊക്കെ വളരെ ഫ്രഷ് ആയിരുന്നു, വളരെ മനോഹരമായിരുന്നു. അതുപോലെ ആരാണോ അത് വാങ്ങുന്നത് അവർക്ക് നല്ല ഒരു ഗുഡ് ലക്കായിരുന്നു ഫ്ലവേഴ്സ്. വൺ ഡേ എ യങ് പ്രിൻസ് സീസ് ദ ഗേൾ ടേണിങ് ഇൻ ടു എ ട്രീ ആൻഡ് ബാക്ക് ഇൻ ടു എ ഹ്യൂമൻ. ഒരിക്കൽ ഒരു രാജകുമാരൻ ഇത് കാണുകയുണ്ടായി. ആ ഒരു പെൺകുട്ടി ഒരു പൂമരമായി മാറുകയും പിന്നീട് അവൾ വെള്ളമൊഴിച്ചപ്പോൾ സാധാ ഒരു മനുഷ്യനായിട്ട് മാറുകയും ചെയ്തു. അമേസ്ഡ് ബൈ ഹർ ബ്യൂട്ടി ആൻഡ് പവർ ഹി മാരീസ് ഹർ. അപ്പോൾ അവളുടെ ആ ഒരു മാജിക്കൽ പവറിലും അവളുടെ സൗന്ദര്യത്തിലൊക്കെ വളരെയധികം അമേസ്ഡായി ഈ ഒരു രാജകുമാരൻ. ഹവെവർ ഹി ഫോഴ്സ്ഡ് ഹർ ടു ട്രാൻസ്ഫോം അഗെയിൻ ആൻഡ് അഗെയിൻ ഫോർ ഹിസ് പ്ലഷർ. അപ്പോൾ വിവാഹശേഷം രാജകുമാരൻ തൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, തൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. അതായത് വീണ്ടും വീണ്ടും വെള്ളമൊഴിച്ച് പൂമരമായി മാറ്റുകയും പിന്നീട് ഹ്യൂമനായി മാറ്റുകയും ചെയ്ത് ആനന്ദം കണ്ടെത്തി എന്നാണ് പറയുന്നത്. The story takes a dark turn and the jealous elder sister and her friends make the girl demonstrate her power but fails to restore her to human form properly. പിന്നീടാണ് ഈ ഒരു കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നത്. അതായത് ഒരു ട്രാജഡി സംഭവിക്കുന്നത്. അതായത് അസൂയ മൂത്തിട്ടുള്ള എൽഡർ സിസ്റ്റർ എന്ത് ചെയ്തു, ഈ പെൺകുട്ടീനെ ആ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് പൂമരമാക്കി മാറ്റി. പിന്നീട് അവളെ മനുഷ്യനിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവർ തെറ്റായിട്ടാണ് ചെയ്തത്. ഇവർ അങ്ങനെ ചെയ്തില്ല. അവരൊരു ഹ്യൂമനായിട്ട് പ്രോപ്പറായിട്ട് അവർ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവൾ ഹാഫ് ഹ്യൂമനും ഹാഫ് പൂമരവുമാണ്. ഷി ബിക്കംസ് ഹാഫ് ഹ്യൂമൻ ഹാഫ് ട്രീ ആൻഡ് വാണ്ടേഴ്സ് ഇൻ എ ഗ്രേറ്റ് പെയിൻ. അപ്പോൾ അവൾ വളരെ വിഷമത്തിലാണ്. അവൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ്ലി ഹ്യൂമനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ഇവർ മനഃപൂർവ്വം ചെയ്തില്ല. ഇവർക്ക് ഭയങ്കര അസൂയായിരുന്നു. ലേറ്റർ ദ പ്രിൻസ് റിയലൈസസ് ഹിസ് മിസ്റ്റേക്ക് ആൻഡ് ബിഗിൻ സെർച്ചിങ് ഫോർ ഹിസ് വൈഫ്. അങ്ങനെ പിന്നീടാണ് രാജകുമാരൻ തിരിച്ചറിഞ്ഞത് തൻ്റെ ഭാര്യനോട് ചെയ്തത് ഒരു തെറ്റാണ്. തൻ്റെ ആനന്ദത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ തൻ്റെ ഭാര്യനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ മച്ച് സഫറിങ് ദ കപ്പിൾ ഫൈനലി റിയൂണൈറ്റ്സ്. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഈ ഒരു പെൺകുട്ടി ഹാഫ് ഫ്ലവറിങ് ട്രീയും ആണ്, ഹാഫ് ഹ്യൂമനും ആയിട്ട് മാറി. ആ ഒരു കംപ്ലീറ്റ്ലി ഒരു സ്ത്രീയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ല. The prince carefully performed the ritual with love and respect, helping her regain her full human form. അങ്ങനെ ഈ രാജകുമാരൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ ഒരു
കർമ്മം ചെയ്യാൻ തുടങ്ങി. അതായത് അവളുടെ ബോഡിയിൽ ഫുള്ളി ഒരു വാട്ടർ ഒഴിച്ചാൽ മാത്രമേ അവളൊരു ഹ്യൂമനായിട്ട് മാറുള്ളൂ. ദ സ്റ്റോറി ക്യാരീസ് എ ഡീപ്പ് മെസ്സേജ്. ഈ ഒരു സ്റ്റോറിയിൽ വലിയൊരു പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഇറ്റ് ഷോസ് ദ കണക്ഷൻ ബിറ്റ്വീൻ വുമൺ ആൻഡ് നേച്ചർ, ബോത്ത് ഓഫ് വിച്ച് ആർ ഓഫൻ യൂസ്ഡ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ്. അപ്പോൾ ഇതിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. രണ്ട് രീതിയിലാണ്. അതായത് മനുഷ്യന് പ്രകൃതിനെ ചൂഷണം ചെയ്യുന്നുണ്ട്, ഒരേ സമയം അതേപോലെ അതിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ റിമൈൻഡ്സ് us ടു ട്രീറ്റ് ബോത്ത് വിത്ത് കെയർ, ലവ് ആൻഡ് റെസ്പെക്റ്റ്. അതായത് ഇത് നമ്മൾ ഓർമ്മിക്കുന്നത് മനുഷ്യനായാലും പ്രകൃതിയാണെങ്കിലും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി പെരുമാറിയാൽ മാത്രമേ നമുക്കത് തിരിച്ചും കിട്ടൂ. Through the woman's transformation, Ramanujan reflects on beauty, strength and suffering of the feminine spirit in a patriarchal world. ഇപ്പോൾ ഒരു പുരുഷാധിപത്യ ലോകത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ അവളുടെ ആ ഒരു ബ്യൂട്ടി, സ്ട്രെങ്ത്ത്, ഇതൊക്കെയാണ് എ.കെ. രാമാനുജൻ ഈ ഒരു കവിതയിലൂടെ ഈ ഒരു സ്റ്റോറിയിലൂടെ ചിത്രീകരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.